ഇറാനെതിരെ തിരക്കിട്ട സൈനിക നീക്കവുമായി US മുന്നോട്ട് പോവുകയാണ്. അതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വന്നു. ഇറാനിലെ ഒരു മുതിർന്ന സൈനികോദ്യോഗസ്ഥനാണ് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടികൾ ഉണ്ടായാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇറാൻ സായുധ സേനയുടെ മേധാവിയായ അബ്ദുൾ റഹീം മൗസവിയുടെ താക്കീത്. ലോകത്തിലെ സൂപ്പർ പവറാണ് അമേരിക്ക. ആ അമേരിക്കയുടെ പ്രസിഡന്റാണ് ട്രംപ്. സൂപ്പർ പവർ നേതാവായി അവകാശപ്പെടുന്ന ഒരാളിൽ നിന്നുണ്ടാകാത്ത തരം സമീപനമാണ് ട്രംപിൽ നിന്നുണ്ടാകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അദ്ദേഹം നിരന്തരം യുദ്ധഭീഷണി മുഴക്കുന്നു. അതിനൊപ്പം തന്നെ ചർച്ചകളെക്കുറിച്ചും ട്രംപ് സംസാരിക്കുന്നു. യുദ്ധമാണ് ട്രംപിൻ്റെ ലക്ഷ്യമെങ്കിൽ ചർച്ചകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളതെന്നും അദ്ദേഹം ചോദിക്കുന്നു. ഇറാനെ ആക്രമിച്ചാൽ മറ്റൊരു രാജ്യത്തെയും ആക്രമിക്കാൻ തോന്നാത്ത തരത്തിലുള്ള തിരിച്ചടി ട്രംപിനുണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഇറാനെ ലക്ഷ്യമാക്കി US രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ നീങ്ങുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർ ഫോർഡാണ് ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങുന്നത്. നേരത്തെ USS എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിനെ പശ്ചിമേഷ്യയിലേക്ക് US അയച്ചിരുന്നു. വെനസ്വേലയുടെ പ്രസിഡന്റ് മദുറോയെ പിടികൂടിയ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്ന അതേ കപ്പലാണ് ജെറാൾഡ് ആർ ഫോർഡ്. 60 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 75 വിമാനങ്ങളെ വഹിക്കാൻ ഈ കപ്പലിന് കഴിയും. ഇതോടെ മിഡിൽ ഈസ്റ്റും ലോകവും ആശങ്കയിലാണ്. ഇറാന്റെ ഭൂഗർഭ ആണവ ശൃംഖലയെ ലക്ഷ്യമിട്ടാണ് ഡൊണാൾഡ് ട്രംപ് സൈനിക വിന്യാസം നടത്തുന്നതെന്നാണ് വിലയിരുത്തൽ. USS ജെറാൾഡ് ആർ ഫോർഡിൽ പർവ്വതങ്ങളിൽ വരെ തുളച്ചു കയറാൻ ശേഷിയുള്ള അതിനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത പ്രിസിഷൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച സ്റ്റെൽത്ത് F-35C ലൈറ്റനിങ് II ജെറ്റുകളാണ് വിന്യസിച്ചിരിക്കുന്നത്. ആക്രമണത്തിലുള്ള തയ്യാറെടുപ്പിൻ്റെ സൂചനയായി ഇസ്ഫഹാൻ ആണവ സമുച്ചയത്തിലെ പ്രധാന കവാടങ്ങൾ ഇറാൻ മറച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇതോടെ മേഖലയിൽ യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ വന്ന് മൂടിയിരിക്കുന്നു. ഈ ഭൂഗർഭ കേന്ദ്രത്തിൽ ഇറാൻ തങ്ങളുടെ ഏറ്റവും വലിയ മിസൈലുകളിലൊന്ന് വിന്യസിച്ചിട്ടുണ്ടെന്ന് ഇറാൻ്റെ ഫാർസ് ന്യൂസ് ഏജൻസി വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എയ്റോസ്പേസ് ഫോഴ്സിൻ്റെ ഈ കേന്ദ്രത്തിൽ ഇറാൻ്റെ വജ്രായുധമായ ഖൊറാം ഷഹർ 4 ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലും സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ഫാർസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഖൊറാം ഷഹർ 4 ഇറാൻ്റെ ഏറ്റവും നൂതനമായ ബാലിസ്റ്റിക് മിസൈലുകളിലൊന്നായി ഫാർസ് വിശേഷിപ്പിച്ചു. ഏകദേശം 2000 കിലോമീറ്റർ ദൂരപരിധി ഇതിനുണ്ടെന്നാണ് കണക്കാക്കുന്നത്. 1 ടണ്ണിൽ കൂടുതൽ ഉയർന്ന സ്ഫോടകശേഷിയുള്ള പേലോഡ് വഹിക്കാൻ ഈ വാർഹെഡിന് കഴിവുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇത് ഇറാനിൽ വികസിപ്പിച്ചെടുത്ത ഏറ്റവും വലിയ വാർഹെഡ് കോൺഫിഗറേഷനിൽ ഒന്നാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനിടെ സൈനിക വിന്യാസവുമായി US മുന്നോട്ട് പോവുകയാണ്. ഇറാനും അതിനാൽ തന്നെ ജാഗ്രതയിലാണ്. അടിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് US ഇറാന് നൽകിക്കഴിഞ്ഞു.